എല്ലാ മാന്യപ്രേക്ഷകർക്കും വൈബ്സ് സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഈ തട്ട് ദോശകളൊക്കെ സുലഭമായി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രികളിൽ അവിടുത്തെ സാധാരണക്കാരുടെ പ്രിയപ്പെട്ട ഫുഡ് കബാബ്, അത് ഇന്നൊരു ബിസിനസ് സാധ്യതയായിട്ട് നമ്മുടെ മലയാളക്കരയിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു. ഇന്ന് കോഴിക്കോടും എറണാകുളത്തും അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ്. എൻ്റെ കൂടെയുള്ളത് സൈനുൽ അബിദാണ്. വെൽക്കം ടു ബിസിനസ് സക്സസ് സ്റ്റോറി. താങ്ക്സ് ഫോർ ഹാവിങ് മീ. ഒരു പോളിഷ് കബാബ്, എന്താണ് അങ്ങനെ ഒരു തോട്ട് വരാനുള്ള കാരണം? ആക്ച്വലി പോൾസ്കി കബാബ് എന്നുള്ള തോട്ട് വരാൻ സാഹചര്യം ഉണ്ടായത് എന്തായിരുന്നാൽ, നമ്മൾ ഈ പോളണ്ട് ഇൻസ്പയർഡ് കബാബാണ്. നമ്മൾ പോളണ്ടിൽ പഠിക്കാൻ പോയ സമയത്ത് നമ്മളെ നന്നായിട്ട് ഇൻസ്പയർ ചെയ്തൊരു ഫുഡാണ്. അതായത് നമ്മളവിടെ ചെന്നിട്ട് ഫസ്റ്റ് കഴിച്ചൊരു വിഭവമാണ്. ആക്ച്വലി നമ്മളവിടെ എത്തി ആദ്യമായിട്ട് നമ്മൾ ഏജൻറ്റ് കൊണ്ട് അവർ നമുക്ക് വാങ്ങിച്ചു തന്നൊരു ഫുഡാണ്. അന്ന് നമുക്ക് പോളണ്ട് എന്താണെന്നോ നമ്മൾ ജസ്റ്റ് ഇവിടെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഐഡിയാസും പിന്നെ നമ്മൾ യൂട്യൂബിൽ അവിടെ ഇവിടെയൊക്കെ റെഫർ ചെയ്ത ഐഡിയാസാണ് നമ്മൾക്ക് ഉള്ളത്. അപ്പോൾ അവിടെ പോയി നമ്മൾ അവിടുന്ന് ഫസ്റ്റ് കഴിക്കണ ഒരു നാട്ടിൽ നമുക്ക് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, എന്താണ് നമ്മൾ അത് പെട്ടെന്ന് നമ്മൾ അട്രാക്റ്റ് ചെയ്യും. നമ്മളൊരു നാട്ടിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സംഭവം ഫസ്റ്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ പോയി നമ്മൾ ഓപ്പൺ ഉണ്ടായിരുന്ന ആൾ നമുക്ക് വാങ്ങിച്ചു തന്നൊരു ഫുഡാണ്. നമ്മൾ ഏജൻറ്റ് എയർപോർട്ടിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്ത് റൂമിൽ കൊണ്ടുപോയി നമ്മൾ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അവിടെ വാങ്ങിച്ചു തന്നൊരു ഫുഡാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ നമ്മളത് കഴിച്ച് ആ ഒരു ഫസ്റ്റ് ആ സാധനം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വാവ് ഫീലാണ്. നമുക്കൊരു സാധനം ഇപ്പം നമ്മളറിയാതെയാണ് ഈ സാധനം ഫുഡ് കഴിക്കുന്നത്. നോർമലി നമ്മൾ കഴിക്കുമ്പോൾ അല്ലാതെ ഈ പെട്ടെന്ന് ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളിതുവരെ കഴിച്ചിട്ടില്ലാത്ത ടേസ്റ്റ്, പക്ഷെ നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും ചെയ്തു. അപ്പം തന്നെ നമുക്ക് അതിനോടൊരു പ്രണയം തുടങ്ങാന്നില്ലേ പറയും ഈ കബാബ്സിനോട്. വയറ്റിലൂടെ അതെ 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 നമ്മളത് കഴിക്കുമ്പോൾ ആ ഫുഡിനോട് നമുക്കൊരു സാധനം നന്നായിട്ടുണ്ട് ഇഷ്ടമായ പിന്നെ നമ്മളതിനോട് അറ്റാച്ച്ഡ് ആവും. നമുക്കത് ഇടയ്ക്കിടയ്ക്ക് വേണമെന്നുണ്ടാവും. അങ്ങനെ ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ആണ് ശരിക്ക് ഈ പോൾസ്കി ഡോണർ കബാബ് എന്ന് പറഞ്ഞൊരു ഇത് ഇവിടെ കേരളത്തിൽ സ്റ്റാർട്ടാവുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് നമുക്ക് തുടങ്ങാണ്ട ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫുഡ് അത്രത്തോളം ഇഷ്ടമാവുക. അതുപോലെ തന്നെ അത് നമ്മൾ ആ ഇഷ്ടം അത് കണ്ടിന്യൂസ്. അന്ന് ഈ സാധനം കഴിക്കുമ്പോൾ നമുക്ക് ഇത് ഇവിടെ നല്ലൊരു ബിസിനസ് സാധ്യത ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇവിടെ പോൾസ്കി കബാബ് ഇങ്ങനെ തുടങ്ങുന്നോ അങ്ങനത്തെ ഐഡിയകളൊന്നുമില്ല. നമ്മളൊരു ഫുഡ് ഇഷ്ടമായി അത് ഇടയ്ക്ക് കഴിക്കുക. പിന്നെ നമ്മളന്ന് അവിടെ സ്റ്റുഡൻസ് ആയിരുന്നു, ചീപ്പായിട്ട് കിട്ടുന്നൊരു ഫുഡാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു 10 zlotyക്ക് ഈ കബാബ്സ് കിട്ടും. അപ്പോൾ അത് സ്റ്റുഡൻസ് ആകുമ്പോൾ ഭയങ്കര അഫോർഡബിൾ ആണ്, സ്റ്റുഡൻസിന് പ്രിയപ്പെട്ട ഒരു ഫുഡാണ്. ഇത്ര 10 zlotyക്ക് ഒരു ഫുൾ കബാബ് കിട്ടും. അത് കഴിക്കുമ്പോൾ നമ്മളെ വയറ് നിറയും. അപ്പോൾ ഒരു നേരത്തെ മീലായിട്ടാണ് ഈ കബാബ് അവിടെ കണ്ടിരുന്നത്. അപ്പം അങ്ങനെ ആ ഒരു സ്റ്റുഡൻസിന് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന നമുക്ക് ആശ്രയിച്ചിരുന്ന ഒരു ഫുഡാണ് ഈ ഡോണർ കബാബ്. അപ്പൊ ഈ ഫുഡ് കബാബുകൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാലും കിട്ടാറുണ്ട്. പക്ഷെ പലർക്കും അതിന്റെ ടേസ്റ്റ് പിടിക്കണമെന്നില്ല, അതിന്റെ മസാലാസ് ഉണ്ടാവില്ല. നമ്മളിപ്പം കേരളത്തിൽ കുക്ക് ചെയ്യണേ, എസ്പെഷ്യലി മലബാർ റീജിയനിലൊക്കെ വരുമ്പോൾ അവിടുത്തെ ഉള്ള ഒരു ടേസ്റ്റ് ബഡ്സിന് പറ്റിയതായിരിക്കില്ല കബാബ്. ഇതിനൊക്കെ എന്ത് വ്യത്യസ്തമാണ് ആ പോൾസ്കി കബാബിനുള്ളത്? ഇത് ആക്ച്വലി നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ ഫേസ് ചെയ്തൊരു ചലഞ്ചാണ്. അപ്പോൾ ഇത് ആക്ച്വലി മെയിനായിട്ട് നമ്മൾ ഷോപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഉള്ളൊരു പ്രോബ്ലമാണ്. ഇത് ആക്ച്വലി നോർമലി ഏഷ്യൻ അല്ലെങ്കിൽ ടിക്ക ടൈപ്സ് കബാബ്സ് അല്ല ഇത് വരുന്നത്. ഇത് ആക്ച്വലി ഡോണർ കബാബ്സ് ആണ്. ഇതിൻ്റെ മീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷവർമയുടെ ഒരു ടൈപ്പ് ഓഫ് മീറ്റ് തന്നെയാണ് വരുന്നത്. ഫുള്ളി ഷവർമയുടെ മീറ്റ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ മീറ്റ് വരിക. അപ്പോൾ നമ്മൾ ഈ പേരിടുന്നതിലും നമുക്ക് ഈ ഒരു കൺഫ്യൂഷൻ വരുന്നത്. നമ്മളെന്താണോ അവിടെ പോളണ്ടിൽ നമ്മൾ കണ്ടിരുന്നത് ആ ഒരു സെയിം അതേ പാറ്റേണിൽ നമ്മൾ ഇവിടെ നാട്ടിൽ ചെയ്തൊന്നുമില്ലാണ്. അവിടെ നോർമലി ആക്ച്വലി കബാബ്സ് എന്നാണ് പറയുന്നത്, കോമൺ ആയിട്ട് പറയുന്നതാണ്. ഡോണർ കബാബ്സ് എന്ന് പോലെ അവിടെ പറയില്ല. നോർമൽ കബാബ്സ് എന്ന് പറഞ്ഞാൽ ഈ റോള് പോലെ ഷവർമ പോലത്തെ ഡിഷാണ്. അപ്പം നമ്മളെ നാട്ടിൽ കൊണ്ടുവരാന്ന് പറയുമ്പോൾ നാട്ടിൽ നമുക്കിതിൽ കൊണ്ടുവരാനുണ്ടായ കാരണം എന്താ വെച്ചാൽ നമുക്ക് അവിടെ പോയിട്ട് ഇത് ഇഷ്ടമായിട്ടൊരു ഫുഡാണ്, നല്ല ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാത്തൊരു ഫുഡാണ്. അപ്പോൾ ഇത് നാട്ടിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടമാവുന്നില്ല ഒരു ഫീൽ കൊണ്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി ഇത് ഇങ്ങനെ സക്സസ് ആവാനുള്ള കാരണം എന്താ വെച്ചാൽ ആളുകൾ ഇത് ഏറ്റെടുത്തോണ്ടാണ്. ഇത്ര ഇഷ്ടത്തോടെ ഇത് കഴിച്ച് നമ്മൾ ആ വിചാരിച്ച ഫീലിൽ ആളുകൾ തിരിച്ച്
ഇത് കഴിച്ചിട്ട് നമുക്ക് വരുന്ന കസ്റ്റമേഴ്സും തന്നെ ഒരു 70 to 80% റിപ്പീറ്റഡ് കസ്റ്റമേഴ്സാണ്. അപ്പോൾ ആളുകൾ ഈ ഒരു സംഭവം ഇത് ഏറ്റെടുത്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇത്രയും 5th ഇയർ ആണ്, ഇപ്പോൾ 2021 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അത് ഇങ്ങനെ സക്സസ് ആയിട്ട് ഇത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നതും ഇങ്ങനെ ആളുകൾക്ക് ഈ സാധനം ഇഷ്ടമാണ്. നമ്മൾ എന്താണ് നമ്മൾ ആ തോട്ട് ആളുകൾക്ക് ഇത് ഇഷ്ടാവുന്നില്ല തോട്ടിൽ നിന്ന് ആളുകൾക്ക് ഇത് ഇഷ്ടമായത് കൊണ്ടാണ് നമുക്കിത് റൺ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പം മലബാർ റീജിയണൽസ് വരികയാണെങ്കിൽ കോഴിക്കോട് ആണ് ഇതിന്റെ ഔട്ട്ലെറ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെയായിരുന്നു? കോഴിക്കോട് പൊതുവെ ഭക്ഷണത്തോട് പ്രിയമുള്ള ആൾക്കാരാണ് കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറമുള്ള ആൾക്കാർ. അപ്പം അവര് ഒരു വെറൈറ്റി രുചി വരുമ്പോൾ അവരെങ്ങനെയാണ് ഇതിനെ കണ്ടത്? ഇത് ആക്ച്വലി നമുക്ക് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഇത് ഒരു ഫസ്റ്റ് നമ്മളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനും എൻ്റെ പാർട്ണറും നമ്മൾ രണ്ടുപേരുമാണ് ഇത് സ്റ്റാർട്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഫുഡിനെ ഇഷ്ടപ്പെടുന്ന ഒരു സിറ്റിയിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു ഫുഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പോലെ കാലിക്കറ്റിനെ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് കാലിക്കറ്റ് നമുക്കിത് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാന് വരുന്നതും അവിടെ നമുക്കൊരു ബീച്ചിനടുത്തൊരു റൂം കിട്ടുന്നു, ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ട്. അങ്ങനെ ഒരു റൂം നമുക്ക് അവൈലബിൾ ആയി കിട്ടി. നമുക്കത് ലൊക്കേഷൻ ഓക്കെ ആയി. അങ്ങനെ അവിടെ ഫൈനലൈസ് ചെയ്ത് കാലിക്കറ്റിൽ നിന്ന് നമുക്കിത് സ്പ്രെഡ് ചെയ്യാം. അല്ലെങ്കിൽ ഫസ്റ്റ് ഇത് നമുക്ക് വലിയൊരു ബ്രാൻഡാക്കി തുടങ്ങണം, അല്ലെങ്കിൽ ബ്രാൻഡാക്കി ചിത്രീകരിക്കണം എന്നില്ലോ ഭയങ്കര ഇത് ഇന്ത്യ ഒട്ടാകെ സ്പ്രെഡ് ചെയ്യണം എന്നുള്ള പ്ലാനൊന്നും ഉണ്ടായില്ല. ഈ ഒരു ഫുഡ് നമുക്ക് ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുക്കാം, അതിന് അവരെ ഫീഡ്ബാക്ക് എടുക്കാം എന്നുള്ളൊരു പ്ലാൻ പ്രകാരമാണ് കാലിക്കറ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2021 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് ഇതുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ പാർട്ട്ണർ ഉണ്ട്, ഷിബിൻ എന്ന് പറഞ്ഞ്. അപ്പോൾ ആൾക്ക് ഇതേപോലെ അറിയാം നമുക്ക് ഈ ഡോണർ കബാബ്സ് ഭയങ്കര ഇഷ്ടമാണെന്നില്ല. അവിടുന്ന് നമ്മൾ മീറ്റ് ചെയ്യണമെന്ന് ഞാൻ ഇയാളെ മീറ്റ് ചെയ്യുന്നത് തന്നെ അവിടെ പോളണ്ടിൽ നിന്നാണ്. 2016 നമ്മൾ ആക്ച്വലി കേരളത്തിലാണെങ്കിലും നമ്മൾ മീറ്റ് ചെയ്യാൻ സാഹചര്യം ഇല്ലാത്ത ഒരാളാണ്. ആള് വളാഞ്ചേരിയാണ് സ്ഥലം, ഞാൻ പെരുന്തൽമണ്ണ മേലാറ്റൂർ അടുത്താണ്. പക്ഷേ ഈ മേലാറ്റൂർ അടുത്താണ് മീറ്റ് ചെയ്യാൻ സാധ്യത ഇല്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് വളാഞ്ചേരിക്ക് നമുക്ക് ഇതുവരെ പോകേണ്ട ആവശ്യങ്ങൾ വന്നിട്ടില്ല, വളരെ കുറവാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അവിടെ പോയി മീറ്റ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മളൊരു ഫ്രണ്ട്സ് ഉണ്ടാവും പക്ഷെ അതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ റീസൺ വേണം അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ ഇല്ലാത്തൊരു പ്ലേസ് ആണ് വളാഞ്ചേരി. അങ്ങനെ ഈ കണക്ഷൻ ഇല്ലാത്ത പ്ലേസ് നമ്മൾ പോളണ്ടിൽ പോയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ റൂംമേറ്റ് ആയിട്ട് വരുമോ, അങ്ങനെ നമ്മളവിടെ റൂമിൽ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലവ് അങ്ങനെ ഇയേഴ്സ് കഴിഞ്ഞു പോയി. അതുപോലെ ഞാൻ എൻ്റെ സ്റ്റഡീസ് കഴിഞ്ഞ് നാട്ടിൽ പോന്നു. അപ്പോൾ ഇയാള് നമ്മൾ പാർട്ട്ണർ അവിടെ ഇതുപോലെ അവിടെ ഒരു അഫ്ഗാൻ സിറ്റിസൺ ഒരു ജർമ്മൻ സിറ്റിസണുമായി അവിടെ ഒരു ഷോപ്പിൽ പാർട്ട്ണർഷിപ്പ് കൂടി. അവിടെ ആദ്യം വർക്കിന് കയറി, പിന്നെ ആളുടെ പാർട്ട്ണർഷിപ്പായി ഷോപ്പ് റണ്ണായി. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് അവന് ഈ സംഭവങ്ങൾ കിട്ടിയപ്പോൾ നമ്മളോട് ഡിസ്കസ് ചെയ്തു, നമുക്കിങ്ങനെ ഈ സംഭവങ്ങളൊക്കെ അറിയാം, നമുക്ക് നാട്ടിൽ എങ്ങനെയും ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നാട്ടിൽ നമുക്കിത് ചെയ്ത് നോക്കാം, നാട്ടിലെ ആളുകൾക്ക് ഒന്നുകൂടി ഇഷ്ടമാവും, നമുക്കൊക്കെ നല്ല ഇഷ്ടമായ ഫുഡാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയുടെ പുറത്താണ് നമ്മൾ നാട്ടിൽ ഈ സാധനം പോൾസ്കി കബാബ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ടാക്കുന്നത്. ഞാൻ വ്യത്യസ്തമായിട്ട് ഒരു പേര് പോളിഷ് വേർഡ് വരുന്ന മീനിങ് വരുന്ന പോൾസ്കി, ഈ പേരിലേക്ക് എത്താനുള്ള റീസൺ ഈ ബിസിനസ് അവിടെ നിന്നുള്ള പോളണ്ടിലുള്ള ഫുഡൊന്നും മാത്രം ഉള്ളത് കൊണ്ടാണോ? നെയിം ഇസ് മസ്കുലിൻ എന്നുള്ളൊരു മീനിങ്ങും കൂടി. അതെ 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 അത് ആക്ച്വലി മസ്കുലിൻ എന്നുള്ള പേര് നമ്മളെ മൈൻഡിൽ വന്നിട്ടേ ഇല്ല. ഈ മസ്കുലിൻ എന്നില്ല പോൾസ്കി എന്നുള്ള പേര് നമ്മൾ ആക്ച്വലി മലയാളീസിനെ മല്ലൂസ് എന്നൊക്കെ പറയില്ലേ, ഈ പോളണ്ടുകാരെ പറയുന്ന ആരാണ് പോൾസ്കി എന്നില്ല. അവര് ഫുട്ബോൾ മാച്ചൊക്കെ ശ്രദ്ധിച്ചാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും, അവർ പോൾസ്ക എന്നാണ് ടച്ച് കയറി. അപ്പൊ അങ്ങനെ ആ പോളണ്ടിൽ നിന്ന് ഇൻസ്പയർഡ് ആയ ഒരു ഫുഡ് വെച്ചിട്ട് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ടച്ച് തന്നെ ഇതിൽ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പോൾസ്കി കബാബ് എന്നുള്ള പേരിലോട്ട് വരുന്നത്. ഈ മസ്കുലിൻ എന്നുള്ള പറഞ്ഞ പോലെ ഈ ഒരു തോട്ട് നമ്മളെ മൈൻഡില്ല. ഇത് ആളുകൾ ഈ സാധനം ഈ പേര് കേൾക്കുമ്പോൾ അവർക്ക് പോൾസ്കി ഒരു പവർഫുൾ നെയിം അല്ലെങ്കിൽ പൊളിസ്കി അല്ലെങ്കിൽ പൊളി വേർഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ആളുകൾ ഈ സാധനം. അത് നമ്മൾ കസ്റ്റമേഴ്സ് നമ്മളോട് ഈ സാധനം ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു സംഭവം കൂടി ഇതിനുണ്ടല്ലോ എന്നുള്ളൊരു തോട്ടിൽ നമ്മൾ ആദ്യമായിട്ട് പേര് കേൾക്കുമ്പോൾ
ഞാൻ ആദ്യം ചിന്തിക്കും മസ്കുലിൻ എന്നൊരു വേർഡ്, ഐ മീൻ പോൾസ്കി എന്ന് പറയുമ്പോൾ വുമൺ ഫെമിനിയൻ വേർഡ് ആയിട്ടാണ് തോന്നുന്നു അല്ലെ പോളണ്ടിലെ? അല്ല, അവിടെ പോൾസ്ക എന്ന് പറഞ്ഞാൽ പോളിഷ് എന്നില്ല പറയുന്ന പോലെ പോളണ്ടുകാരെ പോൾസ്ക എന്നില്ല പറയാം. ഞാൻ കേട്ടപ്പോ മസ്കുലിൻ എന്നുള്ള, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആദ്യം വന്ന സാധനം മസ്കുലിൻ എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എടുത്ത് ചോദിച്ചത്. ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി നമുക്കൊരു ബ്രാൻഡ് മുന്നിൽ നിൽക്കണം എന്നുള്ളൊരു തോട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചു. ഓക്കെ, ഇത് സാധാരണ കബാബുകളിൽ നിന്ന് ഈ പോളിഷ് ഒക്കെ ചെയ്ത് വരികയാണ്. മസാലസുകളിൽ അല്ലെങ്കിൽ ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും ഐറ്റംസ്. കാരണം പോളണ്ടിലുള്ള പല ചീസുകളിൽ പോലും വെറൈറ്റീസ്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഇമ്പോർട്ടിംഗ് ഉണ്ടോ? ഇമ്പോർട്ടിംഗ് നമ്മൾ ഫസ്റ്റ് കുറച്ചു കാലം നമ്മൾ കുറച്ച് മസാലാസും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അതേപോലെ ഇതിന്റെ മെഷീനറീസ് ഇപ്പോഴും നമ്മൾ അവിടെ പോളണ്ടിൽ നിന്നാണ് സാധനം യൂസ് ചെയ്യുന്നത്. ചില മെഷീനറീസ്, വലിയ മെഷീനറീസ് നമ്മൾ ഇവിടെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് കണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈവൻ നമ്മളെ ഈ ഡോണർ കബാബിൻ്റെ ഷവർമാസിൻ്റെ മെഷീൻസ് ആയാലും നമ്മൾ ചില്ലർ കൗണ്ടേഴ്സ് ആയാലും എല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഈ സാധനം കുറച്ച് പൗഡേഴ്സും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായി. പിന്നെ നമ്മൾ തന്നെ ഇവിടുത്തെ പ്രൊഡക്ട്സ് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ അവിടെ യൂസ് ചെയ്യുന്ന എക്സാക്റ്റ് സാധനങ്ങൾ ചിലപ്പോൾ ഇവിടെ കിട്ടിക്കോണമെന്നില്ല. നമ്മൾ ആ ഒരു പ്രോബ്ലംസ് ഫസ്റ്റ് ഫേസ് ചെയ്തു. പിന്നെ നമ്മൾ കുറേ റിസർച്ച് ചെയ്ത് നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളും ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഇവിടെ എന്തൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് ഇവിടെ ബിസിനസ് ചെയ്യുമ്പോഴാണ് നമുക്കിതൊന്ന് സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി എല്ലാം ഇവിടുത്തെ റെസിപ്പീസ്, ഇവിടുത്തെ മസാലാസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടാണ് നമ്മളെ സംഭവങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നമ്മൾ ഒരു 90% നമ്മളെ ഫുഡ് ഒരു ഒതൻറ്റിക് പോളിഷ് ഡോണർ കബാബ്സിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ചെറിയ ചെറിയ പൊടിക്കൈകളായാൽ നമുക്ക് ഇന്ത്യൻസിന് ഒന്നുകൂടി ഇഷ്ടമാവില്ല ചെറിയ സംഭവങ്ങൾ ചെയ്തു പോകുന്നുള്ളൂ. അത് അവിടെ നമുക്ക് അതുപോലെ തന്നെ അവിടുന്ന് നമ്മളെ ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് കഴിക്കണവരും ഇതിൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അവരും പറയുന്നത് അവിടുത്തെ കിട്ടുന്ന ഒരു ഓൾമോസ്റ്റ് സെയിം ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടണമെന്നുള്ളത് അവർ പറയാനുണ്ട്. അപ്പോൾ അതും നമുക്കൊരു ഗുഡ് ഫീഡ്ബാക്കാണ് ആയിട്ടാണ് നമ്മൾ എടുക്കാറ്. അതെ. ആക്ച്വലി അവർക്ക് ഇവിടെ അത് കിട്ടുന്നില്ല. നമ്മുടെ നാട്ടിൽ വന്നാൽ പിന്നെ ആ ഫുഡൊക്കെ മറക്കാണ്, നമുക്ക് ഇവിടുത്തെ ഇതിനോട്ട് ലയിക്കാണ്. അപ്പൊ അങ്ങനെ ഇത് ഇഷ്ടമല്ല സമയത്ത് നമുക്ക് എപ്പോഴും കഴിക്കണം എന്നില്ല. നമുക്ക് ആ ഒരു ഫീലിനോട് ഒരു ക്രേവിങ്സ്, ആ ഒരു ഫുഡിനോട് ഒരു ക്രേവിങ്സ് വരുമ്പോൾ ഇത് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് നമ്മളെ നാട്ടിൽ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം. ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എല്ലാവരും ഫുഡ് ട്രാവൽ ചെയ്ത് പോയിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പം ഒരു ബിസിനസ് ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല ഓപ്ഷൻ ഫുഡ് തന്നെയാണെന്ന് പറയാൻ പറ്റില്ലേ? അതെ. ആക്ച്വലി അത് ശരിയാണ്, കറക്റ്റ്. നമ്മളിപ്പോ ഈവൻ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഊട്ടി വരെ പോണ ആൾക്കാരും മറ്റേ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഫുഡിനോട് അത്രയും ആളുകൾ അറ്റാച്ച്ഡ് ആണ്. അവർക്കൊരു ഫുഡ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് നമ്മൾ വെറൈറ്റീസ് ഡെയിലി കാണും. ഇപ്പൊ ഞാനിപ്പോൾ മലപ്പുറത്തേക്ക് നാളെ ട്രിവാൻഡ്രത്തും കൊച്ചിയിലും എവിടെയും കേരളത്തിലും തമിഴ്നാടും കർണാടകയും ഇവിടൊക്കെ ഉള്ള ഫുഡുകൾ നമ്മൾ കാണും, ഈ ഓരോ സംഭവങ്ങൾ. അപ്പൊ നമുക്ക് ചില ഫുഡ് നമുക്ക് കാണുമ്പോൾ തന്നെ അതിനോടൊരു ക്രേവിങ്സ് വരും, നമുക്കത് കഴിക്കണം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഒരു സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ സംഭവങ്ങളും ഇതിനൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആൾക്കാർ ഈ ക്രേവിങ്സ് കൂട്ടാനും ഈ കൂട്ടി വന്നാൽ തന്നെ അവരത് ട്രൈ ചെയ്ത് നോക്കാനുള്ളൊരു ത്വര അവരിലേക്ക് വരുത്തുന്നതിലൊരു ഇമ്പോർട്ടൻസ് ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളുമാണ്. എനിക്കൊരു വരുന്നൊരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ പുറത്തുപോയി പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ അവിടെ ആണെങ്കിൽ പോലും നമ്മുടെ ഫുഡ് അങ്ങോട്ടേക്ക് അതിന്റെ ടേസ്റ്റും രുചികളും കൊണ്ടു ചെന്ന ഒരു ബിസിനസ് ആക്കി മാറ്റാം. അതാണ് നിങ്ങൾ വെക്കണ ഒരു ഐഡിയ എന്ന് തോന്നുന്നത്. ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എല്ലാവരും ഹെൽത്തിന്റെ ബേസിക്കിൽ പോവാം. കാരണം മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടായാലും ഇപ്പൊ പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഡയറ്റ് കോൺഷ്യസ് ആണ് ഇന്നത്തെ ജനങ്ങൾ. നമ്മുടെ കേരളത്തിലും ആ ഒരു സിസ്റ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഫുഡ് പോയ്സൺസ് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഇതാണ് മയോണൈസ്. ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ട് ഷവർമ്മയ്ക്ക് ഒരു കാലത്ത് ബാൻ വരെ കിട്ടിയ സമയമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഈ ഫുഡിലേക്ക് വരുമ്പോൾ, പോൾസ്കി കബാബിലേക്ക് വരുമ്പോൾ എത്രത്തോളം ഹെൽത്തി ആണ്, അല്ലെങ്കിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എത്രത്തോളം ചേർത്തിട്ട് ഹെൽത്തി വേയിലാണോ പ്രിപ്പയർ ചെയ്യുന്നത്? ആക്ച്വലി നമ്മൾ ഈ ഫുഡിനോട് അട്രാക്ട് ചെയ്തൊരു സംഭവം എന്നുള്ള ഒരു മെയിൻ ആസ്പെക്റ്റ് ആണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. ഇത് നമ്മൾ ആക്ച്വലി ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കൊണ്ടുവരുന്നത് ഇതിൻ്റെ മെയിൻ സോസസ് ആണ്, നമ്മൾ ഓൺ പ്രിപ്പയർ ചെയ്ത സോസസ് ആണ്. ഇത് നാച്ചുറലി ഒരു നോർമൽ മയണൈസ് കെച്ചപ്പ് പോലെ ഉള്ള സംഭവങ്ങളല്ല, നമ്മൾ തന്നെ ഓൺ പ്രിപ്പയർ ചെയ്തിട്ട് വരുന്നതാണ്.
ഇത് കുറച്ചുകൂടി ഹെൽത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ സംഭവങ്ങൾ, ഈ സോസസ് എല്ലാം മേക്ക് ചെയ്തത്. നമ്മളെ സോസ് മെയിൻ സോസ് ഒരു യോഗട്ട് ബേസ്ഡ് വരുന്ന സോസാണ്. അപ്പോൾ അത് നമ്മളെ ഹെൽത്തിന് നല്ലൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് നോർമലി നമുക്കൊരു ഷവർമ ഇങ്ങനത്തെ കഴിക്കുമ്പോൾ ഒരു ഓയിലി ഫീലാണ് കിട്ടുക. ഇപ്പോൾ ഈ ഒരു ഫുഡ് നമുക്ക് അങ്ങനെ ഒരു ഫ്രഷ് ഫീലാണ് കിട്ടുക. നമ്മളതൊരു കംപ്ലീറ്റ് മീലായിട്ടാണ് ഓരോ ഡിഷും വരുന്നത്. അതിൽ ചിക്കൻ വരും, സാലഡ്സ് വരും, ഇതുപോലെ സോസസ് വരും, ഫ്രൈസ് വരും, അങ്ങനെ പ്രോട്ടീനും കാർബ്സും ഫൈബറും എല്ലാം മിക്സ് ആയിട്ടാണ് ഈ ഒരു മീൽ വരുന്നത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ആ ഒരു ഫീൽ കിട്ടും. നമ്മൾ ഒരു ഹെൽത്തി അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി സാധനം, ഇതും ഫിസിക്കലി ഫാസ്റ്റ് ഫുഡെല്ലാം നമുക്കൊരു ഹെൽത്തി കോൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളെ ഇതിൽ അതിനോട് ഹെൽത്തിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ ഡിഷും ചെയ്യുന്നത്. അത് ഈ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. പിന്നെ മെയിൻ ഇപ്പോൾ ഈ ഷവർമാസിന് പറഞ്ഞാൽ ഈ ബാൻ കിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ മയണൈസ് ഇത് വരുന്നതാണ്. മയണൈസ് എന്ന് പറഞ്ഞാൽ അവർ അതിലും ഈ പ്രോബ്ലം വരുന്നത് ഈ മയണൈസ് കീപ്പ് ചെയ്യണതിൻ്റെ പ്രശ്നമാണ്. ഇത് ആക്ച്വലി നോർമൽ ഒരു ഷവർമ ഷോപ്പിൽ മയണൈസ് പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഷവർമൻ്റെ മെഷീൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും ഈ സാധനം വെക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിന് നോർമൽ ടെമ്പറേച്ചറിൽ നിന്നും വിട്ട് ഈ ഹീറ്റ് നന്നായിട്ട് തട്ടും ചെയ്യും. അങ്ങനെ ഈ ഒരു മയണൈസ് അത്ര നേരം അവിടെ കീപ്പ് ചെയ്യുമ്പോൾ അത് കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഫുഡ് പോയ്സണും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഈ മയണൈസ് നമുക്ക് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇപ്പോൾ പോൾസ്കിയിലാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു -4 ഡിഗ്രി ചില്ലറിലാണ് ഈ മയണൈസ് അല്ല ഗാർലിക് പേസ്റ്റ് നമ്മളത് കീപ്പ് ചെയ്യല്. മയണൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗാർലിക് പേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഈവൻ പോലും നമ്മൾ ഈ ഒരു മൈനസ് ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് അൺഹെൽത്തി എന്ന് അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. കാരണം നമുക്ക് ഇതിന് വേണ്ട ചിക്കനും സാലഡ്സും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഒരു ടേസ്റ്റ് കോംപ്രമൈസ് ആവാത്ത രീതിയിൽ ഒന്നും കൂടി നന്നായിട്ട് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരു ഫുഡ് കൊടുക്കാന്നില്ലാണ് പോൾസ്കിയുടെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്നത്. അത് ആളുകൾക്ക് ഇഷ്ടമാണ്. പിന്നെ ഒന്നുകൂടി ഈ പറഞ്ഞ പോലെ ഹെൽത്ത് നന്നായിട്ട് നോക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ നമുക്ക് ഇവിടെ ഫിറ്റ്നസ് റോളും ഫിറ്റ്നസ് ബോക്സും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് അതിൽ ചെറിയൊരു ടേസ്റ്റിൽ കോംപ്രമൈസ് വരും, എന്നാലും അവർക്ക് ആ ഒരു ഫീല് കിട്ടുകയും ചെയ്യും. അവരെ ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അത് ഇപ്പോൾ ഫിറ്റ്നസ് ബോക്സും റോളും എന്നൊക്കെ പറഞ്ഞു, അത് പുതിയൊരു മെനു ആഡ് ചെയ്തു. അതെ അത് പുതുതായിട്ട് നമ്മൾ ആഡ് ചെയ്തതാണ്. ഈ പറഞ്ഞ പോലെ ആളുകൾ നല്ല രീതിയിൽ ഒന്നുകൂടി ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഇത്ര പോലും ഇപ്പം നമ്മൾ ഓൾറെഡി ഉള്ള ഡിഷ് തന്നെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഡിഷസാണ്. പക്ഷെ അതിനും ഒന്നും കൂടി ആളുകൾക്ക് തീരെ എഫക്റ്റ് ചെയ്യാത്ത രൂപത്തിലാണ് പുതിയ ഡിഷസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു പ്രോട്ടീനും സാധനങ്ങളും നല്ല രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹെൽത്തിന് നല്ല രീതിയിൽ ബെനിഫിറ്റാണ്. അപ്പോൾ അവർക്ക് നമ്മളൊരു വേറൊരു ഫുഡ്, ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു എന്നുള്ള ഫീല് കൊണ്ടായിരിക്കാം കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഭവം ഡിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മേക്കിങ്ങിൽ വരുമ്പോൾ ഒരു റൊട്ടി, നമ്മുടെ സാധാരണ ഷവർമേന്റെ ഒരു കുബൂസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ മൈദയൊക്കെ വെച്ച് നോർമലി പണ്ട് കിട്ടണമെന്ന് പറഞ്ഞ ഒരു തടിച്ചിട്ടുള്ള ഒരു കുബൂസാണ്. പക്ഷെ ഇപ്പം റുമാലി റൊട്ടി പോലെയുള്ള സാധനം വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡിഫറെന്റ് ഉണ്ടോ ഈ റോളിന്? അതെ നമ്മൾ ആക്ച്വലി ഇത് ടോട്ടിയ ബ്രെഡ് എന്നാണ് പറയാം, അതിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. റുമാലി നോർമൽ കുബൂസ് ഒന്നല്ല. ഇത് മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഹെൽത്തിയാണ് വരുന്നത്. കോൺഫ്ലവറും ബട്ടറും എല്ലാം വേണം മിക്സ് ചെയ്തിട്ട് വരുന്നൊരു ബ്രെഡാണത്. അതൊരു ആക്ച്വലി കണ്ട ഒരു ചപ്പാത്തി പോലെ ഫീൽ ചെയ്യും. ആ ഒരു ബ്രെഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിലും നമ്മൾ നമ്മൾ ഓവർ മൈദയിലോട്ട് പോവാതെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ആ സാധനം അതേപോലെ നമുക്ക് എത്രത്തോളം നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്കിത് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ചിട്ട് ആ രൂപത്തിലാണ് നമ്മൾ ഓരോ ഡിഷും പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ചിക്കനിൽ മാത്രമാണോ അതോ ഡിഫറെന്റ് മീറ്റ്സില് കബാബ്സ് ഉണ്ടാവും? അതിന്റെ രുചികളിലും വ്യത്യാസം. നിങ്ങൾ തന്നെയാണ് അവിടുത്തെ ഷെഫ്? ഷെഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യും. ഞാനും നമ്മളെ പാർട്ട്ണറാണ് മെയിനായിട്ട് അവിടുത്തെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ സെൻട്രലൈസ് ചെയ്തു. ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ ഇയറിലെല്ലാം കൂടി ഈ ആറാണ്ടിയും കാര്യങ്ങളെല്ലാം സ്ട്രോങ് ആക്കി നമ്മളെല്ലാം സോസസ് മസാലാസ് എല്ലാം പാക്കഡാണ്. അപ്പം നമ്മൾ ഈ മീറ്റ് പറഞ്ഞാൽ ചിക്കൻ മാത്രമല്ല നമ്മളവിടെ ചെയ്യുന്നത്, ചിക്കനും ബീഫും വരും. ചിക്കനിൻ്റെ ഡിഷ് വരുന്നുണ്ട്, ബീഫിൻ്റെ വരും. ഇത് രണ്ടും അല്ലാതെ ചിക്കനും ബീഫും മിക്സഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് വളരെ അപൂർവമാണ്. അതെ അത് ആളുകൾക്ക് രണ്ടിന്റെ ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ മിക്സിൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ്. അത് ചില ആളുകൾ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട്
ഈ മിക്സ് വേണമെന്ന് അതിൻ്റെ ഫാൻസ് ഉണ്ട്, ചിലവർ ബീഫിൻ്റെ തന്നെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ഈ മിക്സ് എടുക്കുന്നതുകൊണ്ട് എന്താ വെച്ചാൽ രണ്ട് മീറ്റിൻ്റെ ടേസ്റ്റും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഏതാണ് അവർക്ക് ഇഷ്ടമായത് അത് ചൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ മിക്സ് കൊടുക്കുന്നത്. മിക്സ് ഇപ്പോൾ പോളണ്ടിൽ നമുക്ക് ഈ സംഭവം കൊടുക്കുന്നുണ്ട്, അതേപോലെ ചിക്കൻ ബീഫ് മിക്സ്ഡ് ആയിട്ട് തന്നെയാണ് ഈ സംഭവം കൊടുക്കുന്നത്. രണ്ടും കൂടെയാണ്. അതെ അതെ, ഈ 3 ഓപ്ഷനും കൊടുക്കും. അത് ചിക്കൻ മാത്രമായിട്ടും ബീഫായിട്ടും മിക്സ്ഡ് ആയിട്ടും. എന്നാലും ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഒരു മൂവിങ് എന്ന് പറഞ്ഞാൽ ചിക്കൻ തന്നെയാണ്. പിന്നെ പക്ഷെ ചില കസ്റ്റമേഴ്സ് ബീഫിന് അഡിക്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് ബീഫിനെ വേണമെന്ന് പറയും. അങ്ങനെ ഉണ്ട്, ഡിപ്പെൻസ് ആണ്, അത് ഓരോ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചു. പക്ഷെ കൂടുതൽ മൂവ് ചെയ്യുന്നതും ചിക്കൻ ഐറ്റംസ് ആണ് മൂവ് ആവുന്നത്. ഇപ്പൊ അവിടുന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തി ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അതിന് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും, ഫാമിലിന്റെ ഭാഗത്തുനിന്ന് ആയിക്കോട്ടെ എല്ലായിടത്തുനിന്നും. അപ്പം എന്തൊക്കെയാണ് ഒരു പോൾസ്കി കബാബ് എന്നുള്ള ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടിട്ടുണ്ട്? അത് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ ഫാമിലി പറഞ്ഞാൽ ആക്ച്വലി ഫാദറായിട്ട് ബിസിനസ് ചെയ്യുന്നതാണ്, ടെക്സ്റ്റൈൽ ഫീൽഡിലായിരുന്നു ഫാദർ ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് ഫാദർ 2015 മരണപ്പെട്ടതിന് ശേഷമാണ് ഞാൻ പോളണ്ടിൽ പോകുന്നത്. അവിടെ സ്റ്റഡീസ് കഴിഞ്ഞ് നാട്ടിൽ വരുന്നത്. പിന്നെ നാട്ടിൽ നമുക്ക് നിൽക്കാന്നില്ല ഓപ്ഷനാണ്, ഒറ്റക്കാണ് വീട്ടിൽ. അപ്പോൾ നാട്ടിൽ എന്തായാലും നമുക്ക് ഈ സാധനം ചെയ്യാന്ന് വന്നപ്പോൾ ബിസിനസ്സല്ലേ, ആ ബിസിനസ്സിന് നമുക്ക് വീട്ടിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യാൻ വന്നിട്ടില്ല, പുതിയൊരു ഓപ്ഷൻ ചെയ്യാന്നില്ല. നമ്മളൊരു കുറച്ചും കൂടി ആളുകൾക്ക് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റാന്നുള്ളൊരു കോൺസെപ്റ്റാണ് വീട്ടിലുണ്ടാവുക. അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു ഇതായിട്ടാണ് എല്ലാവരും കാണുന്നത്. നമുക്ക് നോർമലി ഒരു ജോലി ചെയ്യുന്നതിന് പകരം കുറച്ച് ആൾക്കാർ ജോലി കൊടുക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒന്നുകൂടി താല്പര്യമില്ലാണ്. അപ്പോൾ നമുക്കിത് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ വലിയ പ്രഷറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇത് ആളുകൾ എത്രത്തോളം ഏറ്റെടുക്കും എന്നുള്ളൊരു ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാന്നില്ലാണ്. നമ്മളൊരു സാധനം ഐഡിയ നമുക്കുണ്ടല്ലോ, നമുക്ക് നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാം, ആളുകൾ സ്വീകരിക്കുന്നുണ്ടോ ഇല്ല എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ പോൾസ്കി കബാബ് എന്നുള്ള സംഭവം സ്റ്റാർട്ടാക്കുന്നത്. ഇപ്പം എവിടെയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഔട്ട്ലെറ്റ്? ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് കേരളത്തിൽ മാത്രമല്ല, കാലിക്കറ്റും കൊച്ചിയിലും. ഇനി നമുക്ക് ഇതിലൊരു ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ 5ാമത്തെ വർഷമാണ് ഇപ്പോൾ ഇത് പോൾസ്കി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ ഇതിൻ്റെ R&D ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഓരോ ബാക്ക് എൻഡും കാര്യങ്ങളും. അപ്പോൾ ഇനി നമ്മൾ ത്രൂ ഔട്ട് ഇന്ത്യ പിന്നെ മിഡിൽ ഈസ്റ്റും ഇത് എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഷവർമൻ്റെ നമുക്കൊരു പെർട്ടിക്കുലർ ബ്രാൻഡ് ത്രൂ ഔട്ട് ഇന്ത്യ നമുക്ക് അങ്ങനെ കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിനൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡായിട്ട് ഒന്നുകൂടി ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു ബ്രാൻഡായി സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് പോൾസ്കി കബാബ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണെങ്കിൽ അഭിനന്ദനങ്ങൾ ആൻഡ് വിഷ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ വീട്ടിലൊക്കെ ഫാമിലി ഫാമിലി ആക്ച്വലി ഞങ്ങൾ 4 പേരാണ്. ഞാനാണ് ചെറിയ ഇളയ മോൻ, പിന്നെ 3 സിസ്റ്റേഴ്സാണ് എൽഡറായിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ വൈഫുണ്ട്, ഒരു മോനുണ്ട് ആൺകുട്ടി, ഇപ്പോൾ 2 വയസ്സാവാൻ പോകുന്നു. ഫാദർ മരണപ്പെട്ടു 2015. ഇപ്പോൾ ഉമ്മയും വൈഫാണ് വീട്ടിലുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ്, ഇപ്പം നമ്മൾ വാപ്പയാണെങ്കിലും നമ്മൾ അളിയന്മാരാണെങ്കിലും എല്ലാവരും ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകളാണ്. അപ്പോൾ ബിസിനസ് നമ്മൾ വീട്ടിൽ ചെയ്യാന്ന് പറയുമ്പോൾ അവർക്കൊരു താല്പര്യമുള്ളൂ. നമ്മളൊരു ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു ബിസിനസ് ചെയ്യാനാണ് നമ്മളൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് അതിനൊരു നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ ഫാമിലി ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഒബ്വിയസ്ലി പറയും പുറത്തുപോയി പഠിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്താൽ. എന്തായാലും താങ്കൾ ലക്കിയാണെന്ന് പറയാം. ബിസിനസ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഓൾവേസ് ലക്കിയാണ്. കാരണം എനിക്ക് നമ്മളെ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ സംഭവം ഡിസ്കസ് ചെയ്യുമ്പോഴും പോലും നമ്മൾ ഒരു വിധത്തിലും തളർത്താൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. ആ ഒരു ഇതിൽ ഞാൻ ലക്കിയാണ്. എൻ്റെ ഫാമിലി വൈസിൽ അവരെന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ബിസിനസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ. അതിൽ ഞാൻ വളരെയധികം സന്തോഷമാണ്. ഹാപ്പി ആയിരിക്കട്ടെ. അതെ അതെ, താങ്ക് യു. ഇതുപോലെ തന്നെ പോളണ്ടിലെ ഏതെങ്കിലും വേറൊരു സ്ട്രീറ്റ് ഫുഡ്, അവിടുത്തെ ലോക്കൽ ഫുഡ് ഇങ്ങോട്ടേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ആക്ച്വലി ഇപ്പോൾ കറണ്ട് സ്റ്റേജിൽ താല്പര്യം ഞാൻ പെടുന്നില്ല. ഒരു സാധനത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാന്നില്ലാണ്. അപ്പം നമ്മൾ ഇനി ഭാവിയിൽ ഇത് നമ്മൾ ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് നല്ല വേറെ ബ്രാൻഡായിട്ടോ അല്ലെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഡിഷസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ റിസർച്ചിൻ്റെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ഭാവിയിൽ ചിലപ്പോൾ അത് ആഡ് ചെയ്തോ. ചില സംഭവങ്ങൾ നമ്മൾ ഇതിന് മുന്നേ തന്നെ ആഡ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇവിടെ അവൈലബിലിറ്റി
ഭയങ്കര ബുദ്ധിമുട്ടായി വരാറുണ്ട്. ഇപ്പോൾ നമുക്ക് ആ സാധനം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ട പ്രശ്നങ്ങൾ വന്നിട്ട്, അപ്പോൾ അത് അധികം സസ്റ്റൈനബിൾ അല്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു ചിന്തയിലോട്ട് പോവാത്തത്. ഇപ്പോൾ നമ്മളൊരു ഡിഷിൽ തന്നെ അതിൽ നമ്മൾ 100% കോൺഫിഡൻ്റ് ആണ്. നമ്മളെ ഡിഷ് നമുക്ക് തന്നെ ഈ ഒരു 70 to 80% നമ്മൾ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സാണ്. കസ്റ്റമർ റിട്ടൻഷൻ റേറ്റ് നല്ല കൂടുതലാണ്. അത് നമ്മളെ സംബന്ധിച്ചാൽ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെ പ്രൊഡക്റ്റിൽ നമുക്ക് ആ ഒരു വിശ്വാസമാണ്. അപ്പോൾ ഇനി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ നമ്മൾ ഇതന്നെ ഒന്ന് നല്ല രീതിയിൽ സക്സസ് ആക്കിയതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്. അതെ. അപ്പോൾ ഫുഡ് ഒരു ബിസിനസ് ആക്കി മുന്നോട്ട് വരിക, അതൊരു മറ്റൊരു രാജ്യത്തിൻ്റെ ഫുഡ് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ബിസിനസ് ഐഡിയ കൊടുക്കുക. ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പ്ലാൻ ഉള്ളവർക്ക് എന്താണ് താങ്കളുടെ ഭാഗത്തുനിന്ന് വരുന്ന സന്ദേശം? സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പ്ലാനുകളിലേക്ക് എനിക്ക് പറയാനുള്ളത് അത് തുടങ്ങാതില്ലതാണ്. അപ്പം ഇപ്പോൾ ഒരുപാട് നമ്മൾ പഠിക്കാൻ നിന്നാൽ നമ്മൾ തുടങ്ങി പോകില്ല. ഒരുപാട് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവ്സും എല്ലാം തുടങ്ങിക്കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ സാധനം അവർക്ക് ആ തുടങ്ങാനുള്ളതിൻ്റെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് എന്താണോ ഒരു പ്ലാന് അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നില്ലാണ്. പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ സംഭവങ്ങൾ പഠിച്ചിട്ട് അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്ത് വരികയെന്നില്ല. ഇപ്പം എൻ്റെ സംബന്ധിച്ചുള്ള ബേസിക്കായിട്ട് ഇപ്പം നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റർ ഉണ്ട്, അവർ പൈസ ഇറക്കി തരാം, നമ്മളിത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ സ്ട്രഗിളിങ് ഒന്നും അറിയില്ല. അവർ ഫണ്ട് തരുന്നു, നമ്മൾ ആ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യണു, ആ ഫണ്ട് നമ്മൾ നിലനിർത്താനുള്ള സംഭവങ്ങൾ ചെയ്യാന്നില്ലുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ട് ഒരു സംഭവം തുടങ്ങാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ പ്രോബ്ലംസും നമ്മൾ പഠിക്കും. അതിനെന്താണോ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക, എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുക, ആ പ്രോബ്ലംസൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റും. അതിന് ശേഷം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനില്ല. ഈ സ്റ്റെപ്പ് ബൈ ഇപ്പോൾ ഈവൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രഗിളിങ് വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തതിൽ വ്യത്യാസങ്ങൾ വന്നിട്ട് പ്രൈസിങ് കിട്ടുന്നതിലൊക്കെ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് ഓരോ സംഭവങ്ങളിലേക്ക് എത്തുക. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. നമ്മൾ പിന്നെ അതിൽ ഓരോ നമ്മൾ ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സ് നമ്മൾ അതിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ ഓരോ ആളെ നമ്മൾ കണക്ട് ചെയ്യും. ഇപ്പം നമ്മൾ ചില സംഭവങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നൊക്കെ നമുക്ക് അതിനുള്ള റെസ്പോൺസ് കിട്ടുക. അത് എൻ്റെ ലൈഫിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ച ആളുകൾ ചിലപ്പോൾ ആളുകൾ കണക്ട് ചെയ്യാൻ അവരുമായി ചിലപ്പോൾ വേറെ എന്തെങ്കിലും സംഭവം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ വന്നിട്ട് ആ ആൾ ത്രൂ ആക്കാരെ ഞാൻ ഉദ്ദേശിച്ച കറക്റ്റ് ആളിലേക്ക് ഇത് എത്തുന്നത്. അത് ഈവൻ ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് പോലും എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഒരാളെ പെർട്ടിക്കുലർ ഇന്നൊരു സെക്ടറിന് വേണ്ടിയിട്ട് ഒരാളെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇയാളത്തേക്ക് എത്താൻ കാരണം ഉണ്ടായത് പറഞ്ഞാൽ ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു വ്ളോഗർ ഒരു വീഡിയോ എടുക്കാൻ വന്നൊരു വ്ളോഗറിൻ്റെ ഒരു ഡിസ്കഷനുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഈ ആൾക്ക് ഇത്. ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല ആ ആൾ ഇങ്ങനെ കറക്റ്റ് എനിക്ക് ആൾക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതെന്തോ ഇതാണ് ഓരോ ഇൻസിഡൻ്റാണ്. നമ്മൾ ഓരോ സംഭവങ്ങളും നമ്മളെ ലൈഫ് അങ്ങോട്ട് എത്തിക്കുമെന്ന് അറിയില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാന്നില്ലാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലിയർ ചെയ്ത് പോവാന്നില്ല. സ്റ്റാർട്ടപ്പ് വെച്ചോണ്ടിരിക്കരുത്, അതെ സ്റ്റാർട്ട് ചെയ്യാന്നില്ല. പോളണ്ടിന്റെ രുചി മലയാളികൾക്ക് സമ്മാനിച്ച പോൾസ്കി കബാബിന്റെ CEO ആയ സൈനു ആബിദാണ് നമ്മുടെ കൂടെ ഉണ്ടായത്. അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു അതിഥിയുമായി വീണ്ടും കാണാം. നന്ദി.